അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. അപ്പം ടൈഗർ എടുക്കാലോ? റെഡി. ക്യാമറ റോളിംഗ്, ആക്ഷൻ. നമസ്കാരം. പ്രകാശലോകം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. എന്താണ് എന്താ സംഭവം? എന്താണ് ആരെ കാണാൻ പോയിരിക്കുന്നത്? ജമാല്. ഈ ജമാലിന്റെ വീട് എവിടെയാണ്? കോട്ടയത്തുള്ള ജമാലിനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ജമാലിന് നമ്മുടെ ഭാഷ മനസ്സിലാകുമോ? അത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മള് ജമാലിനെ കണ്ടുപിടിക്കും കേട്ടാ. അപ്പൊ ജമാലിനെ വിളിച്ചോ? പറഞ്ഞു. ജമാലിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞോ? ക്യാമറ റോളിംഗ്, ആക്ഷൻ. എന്താ നിങ്ങളെ കാണിക്കുന്നത്? നിങ്ങളെ നമ്മൾ വിളിക്കും, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. ഞാൻ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ഒന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാവോ? നിങ്ങൾ അങ്ങോട്ട് മാറി നിങ്ങളെ വിളിക്കും, വന്നാൽ മതി. ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് നിങ്ങളെ ഞാൻ ആക്ഷനിൽ പറയുമ്പോൾ നിങ്ങൾ പാട്ടിലാണ് വരുന്നത്. നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, അതാണ് നമ്മുടെ വിഷയം. എന്താ ഇത് അഭിനയം ഓർത്തിരിക്കുകയാണോ? അഭിനയല്ലേ? നിങ്ങൾ എന്താ പാട്ടിന് വരാം. നിങ്ങളെ പാട്ടിടും പറഞ്ഞാൽ മതി. ഇനി ആശ്രമം വേണ്ട, ഞാൻ പറഞ്ഞോളാം. മാന്യ പ്രേക്ഷകർക്ക് പ്രകാശലോകം പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. കോട്ടയത്ത് നിന്ന് കാണാതായ ജമാലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ജമാലിന്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു. നിങ്ങൾ ഈ പരിപാടി റേറ്റിംഗ് കുറയ്ക്കും തോന്നുന്നല്ലോ. അല്ല, സാറ് പറഞ്ഞല്ലോ. അങ്ങനല്ല, നമ്മ ഇവിടെ സ്റ്റുഡിയോന്നൊരു പാട്ടിടും. ആ പാട്ടിനാണ് നിങ്ങൾ വരണ്ട കേട്ടാ. സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? മമ്മൂട്ടി മോഹൻലാലൊക്കെ ഈ സ്ലോ മോഷൻ വരുന്നത്. ഡോക്ടർ വന്നില്ലേ, നിനക്ക് ലൂസ് മോഷൻ ആരും വന്നില്ലേ, അതുപോലെ വേണം. അതല്ല, സ്ലോ മോഷൻ. അതൊക്കെ മഞ്ഞിനാത്തികൂടെ വരുന്നത് ഒന്നും അറിയത്തില്ല. ഒരു പൊട്ടി പെണ്ണ്. മാന്യ പ്രകാശൻ ലോകം പരിപാടിക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കോട്ടയത്ത് നിന്ന് കാണാതെ പോയ ജമാലിന്റെ ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. കാണാതെ പോയ നിങ്ങളെ അല്ലേ? അതെ അതെ. ഞാൻ ചോദിക്കട്ടെ, ഈ ജമാലിനെ നിങ്ങൾ കാണാതെ പോകുന്നതിന് നിങ്ങൾ തമ്മിലുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ മാനസിക പ്രശ്നം ജമാലുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. എനിക്ക് പണ്ട് ഈ ബലൂൺ വീർപ്പിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അമ്പലപ്പറമ്പിലൊക്കെ. അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിന് ബലൂൺ ഇങ്ങനെ വീർപ്പിക്കാൻ പോയി. 8 ദിവസവും ഞാനിങ്ങനെ വീർപ്പിച്ച് 9ന്റെ അന്ന് ഇവിടെ വയറും വീർപ്പിച്ച് എന്റെ കൂടെ. എന്താ ചെയ്യാനാന്ന് പറ. അങ്ങനെ കൂടിയല്ലേ? ഒരു കാര്യമുണ്ട് സാറേ, പണ്ട് ഇവിടെ കാണണമായിരുന്നു. സിനിമാ നടി മോഹിനിയുടെ അതേ ഷേപ്പായിരുന്നു. ഇപ്പൊ ബാലരമേലെ ഡാഗിനിയെ പോലില്ലേ? കാണുമ്പോ എനിക്ക് ഓർമ്മ പോയെന്ന് എന്താണെന്നറിയോ? സംക്രാന്തി നസീർ ഉണങ്ങിയല്ലേ നോക്കിയ ഷേപ്പ് ഉണ്ടല്ലേ? കറക്റ്റല്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ജമാലിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമോ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ജമാല് പോയത്? അല്ല, അതെന്ന് വെച്ചാല് കണ്ടല്ലോ, രാവിലെ 9 മണിക്ക് എഴുന്നേക്കും, എന്നിട്ട് ഇപ്പൊ എടുത്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങും. ഉച്ചക്ക് 2 മണിക്ക് കൃത്യമായിട്ട് അങ്ങ് വരും കൂച്ചാൻ, എന്നിട്ട് 6 മണിക്ക് പോകും കൂച്ചാൻ. പക്ഷെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നോണ്ട് ഇന്ന് വരാം. അതിന്റെ ഒരു കുഴപ്പം ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ആണല്ലേ? പുള്ളിക്കാരൻ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരാളല്ല ജമാൽ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എഴുതി. ഞാൻ ഒറ്റ കാര്യങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജമാലിന് മദ്യപാനോ പുകവലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? ഓ പാവം, അതെന്താണെന്ന് പോലും അവൻ അറിയത്തില്ല. ആണല്ലേ? അതാണ് ജമാല്. ജമാലിനകത്ത് ഒരു ദുശീലങ്ങളുള്ള ഒരു സംഭവം അല്ല ജമാലിന്. അങ്ങനെ ഒരു ആരാടോ അവിടെ ഡോറ് തുറക്കുന്നേ? സാറേ, ഡോറ് തുറക്കുന്നതല്ല, ഇവിടെ കരയുന്നതാ. ആണല്ലേ? ആ വിചാകരി പഴയതാണല്ലോ, എണ്ണ ഇട്ട് കൊടുക്കും. ഞാൻ കൊടുക്കാം. കരഞ്ഞോട്ടെ, കരയുമ്പോ വിഷമം തീരും.
കരഞ്ഞോട്ടെ, കരയുമ്പോ ഇച്ചിരി വിഷമം തീരും. കരയുമ്പോ വിഷമം തീരും. എന്താ ഈ കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇവിടെ നിന്നോളാം കേട്ടോ. ആഹാ, ഇതൊരു പ്രോഗ്രാമാ. ടോൾ പോകുന്നു. ദേഷ്യം വരുമ്പോ അങ്ങനെയാണോ? ടോൾ പോകുന്നു പറഞ്ഞില്ലേ? ശരി, അത് നോക്കാം. ഓവറാക്കരുത്. വരൂ, നോക്കാം. എന്താ? എന്താണ് വിഷമിക്കുന്നേ? സാറിന്റെ ടോൺ പോണു എടുക്ക്. ആണല്ലേ, മോ വിഷമിക്കണ്ട കേട്ടാ. ഇനിയിപ്പോ നിങ്ങൾ ഈ ജമാലിനെ കുറിച്ച് പറഞ്ഞു കേട്ട് നമുക്കൊരു വിശ്വാസം വരുന്നില്ല. ഇപ്പൊ ജമാലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ നാട്ടിൽ വന്ന് നമ്മൾ കുറച്ച് പേരുടെ വീഡിയോ എടുക്കും. നമുക്ക് ഇതിന്റെ സത്യം അറിയണമല്ലോ. ജമാലിനെ കുറിച്ച് പറഞ്ഞ ജമാലിനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ജമാൽ ഒരു മര്യാദക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അവനൊരു മഹാവൃത്തികെട്ടവനാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവന് ഓടി വന്ന് എൻ്റെ നാഭി നോക്കി 4 ഇടി ഇടിച്ചിട്ട് ഇപ്പൊ പോലും ചൊവ്വേ നേരെ മൂത്രം പോലും പോകുന്നില്ല. ഇത്രയും അക്രമം കാണിക്കുന്ന ഈ ജമാൽ ഒരു മര്യാദക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എൻ്റെ നാട്ടിലുള്ള പലരും അവനെ നോട്ട് വിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് ജമാലെ, എനിക്ക് ഈ ചാനലിന്റെ പരിപാടി കൂടി കാണുകയിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ജമാലെ നീ തിരിച്ചു വരരുത്. തിരിച്ചു വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ തിരിച്ചു വരരുതേ. ക്യാമറ ആൾക്കാരിന്റെ ഒരു മൊട്ടുസൂചി പോലും പോയാൽ കണ്ടുപിടിച്ചൊരു സാറ് ഇരിക്കുന്നു. എന്തിനാണ് കിടന്നു കൂടാന്നും പാടില്ല. അല്ല, അങ്ങനെ നമ്മൾ പതുക്കെ പ്രായം, എന്റെ മോന്റെ പ്രായം അവനുണ്ട്. എന്താടാ എനക്ക് സൂക്കേട്? എന്താ എനിക്ക് സൂക്കേട്? എന്താടാ എന്റെ മോൻ എന്തേതിന്നത്? എന്തേത് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ടി വിയിൽ സംഭവം മോനെ കാണിക്കുന്നതല്ല. നിങ്ങൾ ടി വി നോക്കി ദേഷ്യപ്പെട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ടി വി ആണെങ്കിൽ അവനെ മോന്ത കാണുമ്പോ അടിക്കാൻ തോന്നുന്നു എനിക്ക്. ടി വിയിൽ കണ്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നേ.